നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിവിധ ഇനം വാഴകളെക്കുറിച്ചാണ്. BC 8000 മുതൽ പപ്പുവ ന്യൂഗിനിയ പോലുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വാഴപ്പഴം കൃഷി ചെയ്തിരുന്നതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. അവിടെ നിന്നാണ് ഇവ ഇന്ത്യയിലെത്തുന്നത്. കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ പഴങ്ങളിലൊന്നായി ഏത്തപ്പഴത്തെ കണക്കാക്കുന്നു. ഇന്ത്യയിലേക്കുള്ള വരവാണ് ഏത്തപ്പഴത്തിൻ്റെ. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വ്യാപാരികൾ വഴിയാണ് BC 600 വാഴപ്പഴം ഇന്ത്യയിലെത്തുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കണ്ടെത്തൽ. BC 327 ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ അലക്സാണ്ടർ ചക്രവർത്തി സിന്ധു നദീതടങ്ങളിൽ ഈ പഴം കാണുകയും അതിൻ്റെ രുചിയിൽ ആകൃഷ്ടനായി ഇതിനെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. പല തരത്തിലുള്ള വാഴകളെക്കുറിച്ച് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഡബിൾ മഹോയി, പ്രൈഹാൻഡ്, 1000 കൊല്ലി, കൊമ്പില്ലക്കണ്ണൻ, അങ്ങനെ പലതരത്തിലുള്ള വാഴകൾ ഉണ്ട്. അത് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉള്ള വാഴകളാണ് ഇവിടെ നട്ടേക്കുന്നത്. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എവർഗ്രീൻ എന്ന് പറഞ്ഞ ഗാർഡൻ ട്രിവാൻഡ്രത്ത് നടത്തുന്നവരാണ് ഇതൊക്കെ തന്നത്. ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ മുകുളത്തിൽ നിന്നോ കൃത്രിമമായി ഉണ്ടാക്കിയ മാധ്യമ മിശ്രിതം ഉപയോഗിച്ച് അനേകം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുതു സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. പഴവർഗ്ഗങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളവയാണ് വാഴപ്പഴം. പ്രത്യേകിച്ചും കേരളത്തിൽ എളുപ്പം ദഹിക്കുന്നതുമായിട്ടുള്ള വാഴപ്പഴം മുതൽ പ്രായമേറിയവർക്കും പ്രിയപ്പെട്ടതാണ്. ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിന് എടുക്കുന്ന സസ്യഭാഗത്തെ എക്സ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയ്ക്ക് നിരവധി ഉപയോഗങ്ങളുണ്ടെങ്കിലും ഇന്ന് വളരെയധികം പ്രചാരം സിദ്ധിച്ചു വരുന്നത് കായിക പ്രവർത്തനത്തിൻ്റെ ഒരു നൂതന സമ്പ്രദായം എന്ന നിലയിലാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈകൾക്കെല്ലാം മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കായിക പ്രവർത്തനത്തിൻ്റെ സവിശേഷത. പരപരാഗണം നടക്കുന്ന സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കായിക പ്രവർത്തനത്തിലൂടെ മാത്രമേ മാതൃസസ്യത്തിൻ്റെ തനിമ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഡബിൾ മഹോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഴയിൽ 2 കൊലകളുള്ള വാഴ കൊലകൾ വരുന്നതിനാണ് ഡബിൾ മഹോയി എന്ന വാഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 2 കൊലകൾ വരും. പിന്നെ 1000 കൊല്ലി, അത് ഒരു 7 അടി 8 അടി പൊക്കത്തിലുള്ള കൊലയാണെങ്കിലും ഒരു 3 അടി, വളരെ കുറച്ച് പഴങ്ങളെ ഉള്ളു അതിനകത്ത്. പക്ഷേ കൊല അത്രത്തോളം നീളമുള്ളതാണ്. അങ്ങനെ പലതരത്തിലുള്ള വാഴകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് പറമ്പിൽ. നേരത്തെയൊക്കെ നമ്മൾ വാഴകൾ നടുമ്പോൾ ചെറുതായിട്ട് മണ്ണ് നീക്കിയാണ് നട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം യൂട്യൂബിലൊക്കെ കണ്ട് അത് കറക്റ്റായിട്ട് 1.5 അടി 2 അടി താഴ്ചയിൽ, വീതിയിലും നീളത്തിലും താഴ്ചയിലുമൊക്കെ മണ്ണൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് അങ്ങനെയാണ് വാഴ നട്ടുകൊണ്ടിരിക്കുന്നത്.
ഈ പറഞ്ഞ വാഴകളൊക്കെ തന്നെ നട്ടിട്ടുണ്ട്. നമ്മളുടെ ഡബിൾ മഹോയി, ആയിരംകൊല്ലി, പ്രേഹാൻ്റെ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.